ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഷ്ണവീസ് വ്ലോഗ്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. ഉപ്പും പുളിയും മധുരവും എരിവും ഒക്കെ സെറ്റായിട്ട് നല്ല അടിപൊളി ഒഴിച്ചുകറിയായിട്ടാണ് ഇന്നത്തെ മാമ്പഴ പുളിശ്ശേരി ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയതെന്ന് നോക്കാം കേട്ടോ. ഇന്നൊരു മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നന്നായിട്ട് പഴുത്ത 3 മാങ്ങ ഞാൻ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 അച്ച് ശർക്കര കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാതും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് തീ ഓണാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മാമ്പഴമൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. തിള വന്നപ്പോൾ തീ കുറച്ച് ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. 2 മിനിറ്റ് കൂടുമ്പോൾ ആ മാമ്പഴം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അതിന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാണ്. അരമുറി തേങ്ങ, 4 പച്ചമുളക്, 6 കുഞ്ഞുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഇതിലേക്ക് വേണ്ട 1/2 കപ്പ് വെള്ളം അരയാൻ ആവശ്യത്തിന് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഞാനൊന്ന് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അരവ് തയ്യാറായിട്ടുണ്ട്. നമുക്ക് അരവൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇപ്പം ഞാൻ മൂടി തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാമ്പഴമൊക്കെ 2 സൈഡും നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അരവ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കറി അധികം കുറുക്കിയിട്ടല്ല ഉണ്ടാക്കുന്നത്, ഒരു ഒഴിച്ചുകറി മോഡലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ചോറിന് വേറൊരു ഒഴിച്ചുകറി വേണ്ട, ഈ ഒരു കറി മാത്രം മതിയാവും. ഈ മാങ്ങ സീസണൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിലും ഉണ്ടാകുന്ന ഒരു സ്പെഷ്യലായിട്ടാണ് ഈ മാമ്പഴ പുളിശ്ശേരി. നമുക്കിനി നാളികേരമൊക്കെ പച്ചമണമൊക്കെ മാറി നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്പെഷ്യലായിട്ടാണ് ഈ മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ ഞാൻ തീയൊക്കെ കുറച്ചിട്ടിട്ടുണ്ട്. ഇനി മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ്. നമുക്ക് 2 മിനിറ്റോളം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മൂടിയൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നാളികേരമൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്ന് എല്ലാതും ഈ മാമ്പഴമായിട്ട് അരവൊക്കെ ഈ മാമ്പഴമായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മോര് ചേർക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് നല്ല പുളിയുള്ള കുപ്പിമോരാണ് ചേർക്കുന്നത്. ഇതിൽ 1/2 കുപ്പി നമുക്ക് മോര് മതിയാവും ഇതിലേക്ക് ആവശ്യമായിട്ട്. അപ്പോൾ ഞാനിത് 1/2 കുപ്പിയും യോളം മോര് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മോര് ചിലപ്പോൾ പെട്ടെന്ന് പിരിഞ്ഞു പോകും. പിന്നെ ആ മോരിന് തീ കത്തിക്കേണ്ട ആവശ്യമില്ല. അതിപ്പോൾ ആ ചട്ടിയുടെ ചൂടുകൊണ്ട് വെന്ത് സെറ്റായിക്കോളും. ഇനി നമുക്ക് താളിക്കൽ തുടങ്ങാം. അതിന് വേണ്ടി ഞാനൊരു കുഞ്ഞ് ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായി വന്നപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക് കീറിയിട്ടിട്ടുണ്ട്, 1 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി അത് മൂപ്പിച്ചിട്ട് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കതൊരു സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ദേ മൂടി വെച്ച് ഇനി നമുക്കൊരു 10 മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഈ മൂടി തുറന്ന് നോക്കിയപ്പോൾ കളറും മണവും രുചിയും ഒക്കെ സെറ്റായി വന്ന് നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരി ആയിട്ടുണ്ട്. ഒരു നല്ല എരിവും പുളിവും മധുരവും ഒക്കെ സെറ്റായിട്ട് നല്ല അടിപൊളി ഒഴിച്ചുകറി ആയിട്ടുണ്ട്. ഈ ഒരു ഒഴിച്ചുകറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കറികളും വേണ്ട. അത്രയും സൂപ്പർ ടേസ്റ്റിലാണ് ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ഇഷ്ടം പോലെ ചോറുണ്ണാം, അത്രയും സൂപ്പറായിട്ട് കറി ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളൊരു വട്ടം ഉണ്ടാക്കി നോക്കും, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത്രയും സൂപ്പർ കറിയാണ്. ഞാനിപ്പോൾ ഇതൊരു ഡിഷിലേക്ക് പകർത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ, സി യു, ടാറ്റാ.